നാറികളെ. ഞാൻ അഭിനയിക്കും. അതുപോലെ തന്നെ ഞാനല്ലോ ഒരു അനുസരിച്ച് മറ്റുള്ളവർ കമന്റ് നെഞ്ചിൽ രണ്ടെന്ന് പറയുമ്പോ ആ ബെൽറ്റ് മാറ്റാനുള്ള ആ ചേച്ചിയുടെ ഒരു മനസ്സേ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രമല്ല വേണമെങ്കിൽ കാണിച്ചു തരണോ, കാണിച്ചും തരാൻ തയ്യാറായി വന്നിരിക്കുകയാണ് കേട്ടോ രേണുസുതി. ഞാൻ കമന്റ് സൈഡിൽ വെക്കാട്ടോ. നിങ്ങൾ പറ, ഇങ്ങനെയുള്ള റീലുകൾ ഒരു സ്ത്രീ ചെയ്യുന്നതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സ്ത്രീകൾ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അഥവാ ആരും ഒന്നും ചോദിച്ചില്ലെങ്കിൽ രേണു ഇതുപോലെയുള്ളത് പൊക്കി കാണിക്കും. ഇതുപോലെയുള്ള ഓരോന്നുകൾ കാണിക്കാനായിട്ട് അവിടെ കിടന്നിട്ട് അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആ തുടക്കത്തിൽ കണ്ട പോലെ ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടി ആഷ്കാലം മുഴുവനും നിറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ രേണുസുതി. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ മീഡിയാസേ, എന്ത് ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രമല്ല വേണമെങ്കിൽ കാണിച്ചു തരണോ, കാണിച്ചും തരാൻ തയ്യാറായി വന്നിരിക്കുകയാണ് കേട്ടോ രേണുസുതി. സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കിതൊക്കെ പറയുമ്പോൾ ഫീൽ ഷെയിം. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുപോലെ കുറെ എണ്ണങ്ങൾ ഉണ്ട് കേട്ടോ. സംഭവത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ മുൻ ബിഗ് ബോസ് താരമുണ്ട്. നിങ്ങൾ പലരും മറന്നുപോയി കാണും, പേര് പറഞ്ഞാൽ ആരും ഓർക്കാനും സാധ്യതയില്ല. പക്ഷെ പെങ്ങളൂട്ടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഓർക്കുമായിരിക്കും. പെങ്ങളൂട്ടി, നമ്മുടെ കേരളക്കരയുടെ പെങ്ങളൂട്ടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണുസുതിയെ കുറിച്ചാണ് പറയുന്നത്. അതാണല്ലോ അവർക്കാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറാനുള്ള തത്രപ്പാടിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നു. ചിലരാണെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് പേര് കിട്ടുന്നില്ല, എല്ലാവരും എന്നെ മറന്നുപോയോ, എന്നെ മറക്കല്ലേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതിയുടെ പേരും പിടിച്ച് രേണുസുതിക്ക് കൊട പിടിച്ച് രേണുസുതി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്ന ഒരു അവതാരമാണ് പെങ്ങളൂട്ടി. പെങ്ങളൂട്ടിക്ക് പറയാനുള്ളത് നമുക്കിത് കേൾക്കാം. എന്താ മോന്താന്നൊക്കെ എന്തിനും വിളിക്കേണ്ട ആവശ്യം? വ്യക്തി സ്വാതന്ത്ര്യം കൊണ്ട് ഇങ്ങനെ സ്വാതന്ത്ര്യം ആവരുത്. ഞാനിപ്പോ റീൽസ് ചെയ്യുന്നു, എന്റെ അഭിനയം മറ്റുള്ളവർ കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കും. അതുപോലെ തന്നെ ഞാനല്ലോ ഒരു അനുസരിച്ച് മറ്റുള്ളവർ കമന്റ് ഇടുന്നത് കൊള്ളില്ല, നീ എന്തെങ്കിലും എന്താ അവരൊക്കെ. ഇതിലെ നന്ദന തുടക്കം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് എലിമോന്താന്നൊക്കെ വിളിക്കുന്നേ? ആര് എലിമോന്താന്ന് രേണു തന്നെ പറയുന്നുണ്ട് രേണുവിനെ കുറിച്ച്. രേണു തന്നെ പറയുന്നുണ്ട്. രേണു തന്നെ സ്വയം ട്രോളിക്കൊണ്ടിരിക്കുക. എന്നെ ട്രോളാൻ വേറെ ആരും വേണ്ട, എന്നെ ട്രോളാൻ ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് രേണു തന്നെ വരുന്നു. അപ്പൊ പിന്നെ കമന്റ് ബോക്സിൽ ഓരോരുത്തർ പറയുന്നതാണോ പ്രശ്നം? നന്ദനക്ക് എന്താ അത്രയ്ക്ക് വിഷമം? നന്ദന പറയുന്നുണ്ട്, അഭിനയിക്കാൻ അറിയുന്ന പോലെ അവർ അഭിനയിക്കുന്നു. ഞാൻ ഒരു റീൽ എടുക്കുന്നു, മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിക്കോട്ടെ, ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ റീൽ എടുക്കുന്നു. അത് നന്ദനയുടെ ഇഷ്ടം. നന്ദന എടുക്കുന്ന റീൽ ഇതേപോലത്തെ ആണോ? ഒന്ന് നോക്ക്. ആ പാട്ട് വരുമ്പോ ആ ചേച്ചിയുടെ ആ നെഞ്ചിൽ രണ്ടെന്ന് പറയുമ്പോ ആ ബെൽറ്റ് മാറ്റാനുള്ള ആ ചേച്ചിയുടെ ഒരു മനസ്സേ എന്റെ പൊന്നു രേണു ചേച്ചി നമിച്ചിരിക്കുന്നു. ഇതേപോലെയുള്ള റീലുകൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നന്ദനെ പോലെ ഒരുപാട് പേര് രേണുവിനുള്ളിടത്തോളം കാലം രേണു ഇതുപോലുള്ളത് ഇട്ടുകൊണ്ടിരിക്കും. രേണു ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് കൊണ്ടാണ് നന്ദന അല്ലെങ്കിൽ നന്ദനെ പോലെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തിൽ കണ്ണികളെ ഈ രേണുവിന് ഇത്രമാത്രം നെഗറ്റീവ്സും ഇത്രമാത്രം സോഷ്യൽ മീഡിയ രേണുവിനെ കുറിച്ച് ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിച്ച് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. രേണുവിനും അത് തന്നെയാണ് വേണ്ടത്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. ചിലരാണെങ്കിൽ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് കാണുന്ന വീഡിയോസ് ഒക്കെ പറയാണ്, രേണു സുധിക്ക് 5 ലക്ഷം കൊണ്ടേ കൊടുക്കും, രേണു സുധിക്ക് 10 ലക്ഷം കൊണ്ടേ കൊടുക്കും, രേണു സുധിന് അവിടെ ചെയ്യോ, നിങ്ങൾ അത് ചെയ്യോ, രേണു അവരെ ഇഷ്ടമുള്ളവർ ജീവിക്കുന്നു. അത് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് കുറേ പേരുടെ തത്രപ്പാട്. ചിലവരാണെങ്കിൽ വീട്ടിൽ പുറത്തിറങ്ങിയിട്ട് രേണുസുധിനെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറയാം. രേണുസുധിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഇറങ്ങണേക്ക് മുമ്പ് ആലോചിച്ച് നോക്കൂ. ഇമ്മാതിരി അവരതിച്ച റീലുമായിട്ട് എത്തിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുമോ? നിങ്ങളെന്താ സപ്പോർട്ട് ചെയ്യാണോ ഇങ്ങനത്തെ റീലുകളൊക്കെ? അമ്പലത്തിൽ പോയി കാണിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതെന്തോ ആയിക്കോട്ടെ, അന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല നാടൻ സുന്ദരിയായി പട്ടുപാവാട എന്നൊക്കെ പറഞ്ഞ് പട്ടുപാവാടയൊക്കെ ഉടുത്ത് ആള് റെഡി ആകുന്ന സമയത്ത്, എനിക്കറിയില്ല ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും ഈ ക്യാമറമാൻമാര് അല്ലെങ്കിൽ ഈ മീഡിയാസിനെയും കൂടി കേട്ടിട്ടാണോ, ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും ക്യാമറമാനൊക്കെ ഉണ്ട് കേട്ടോ. അവർ ചോദിക്കുകയാണ് കേട്ടോ, രേണുവിന്റെ വേസ്റ്റിന്റെ സൈസ് എത്രയാണ് രേണു സൈസ്? എൻ്റെ അരക്കെട്ട് ഏകദേശം ഇത്ര ഉണ്ടാകും, ഒന്ന് തള്ളി പിടിച്ചു കഴിഞ്ഞാൽ 28 പിടിക്കാം, അല്ലെങ്കിൽ 30. ഐ തിങ്ക് ഇച്ചിരി വണ്ണം തൊള്ളി വെച്ച് കഴിഞ്ഞാൽ 30 ആവും, അല്ലെങ്കിൽ 20.
തൊള്ളി എന്ന് മാറ്റിയാണ് ഞങ്ങളുടെ കോട്ടയം തൊള്ളി എന്ന് പറയും. തൊള്ളി മീൻസ് കൂടുതൽ. തൊള്ളി എന്ന് പറഞ്ഞാൽ പള്ളിന്ന് വെച്ചാലൊന്നും അറിയാണ്ടാണ് അവന്റെ ഒരു ചോദ്യം. ഇന്ന് വേസ്റ്റിന്റെ അളവ് ചോദിച്ചു, നാളെ എന്തിന്റെ അളവായിരിക്കും ചോദിക്കുക. ഇനി നിങ്ങൾ നാളെ വേറെ അളവൊന്നും ചോദിക്കേണ്ട, ഞാൻ കാണിച്ചു തരാം, അളവ് നിങ്ങൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അറിയണോ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അല്ലേ. ഈ ചോദിക്കുന്നവൻ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇവൻ ചോദിക്കോ ഇവന്റെ വീട്ടിലും അമ്മയടുത്തും പെങ്ങടുത്തും ഒക്കെ ചോദിക്കോ അളവ് എത്രയാണെന്ന്. ഇപ്പൊ അതായത് രേണുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നവന്റെ ഉദ്ദേശം എന്തായിരിക്കും? അവനെ നാണമില്ല. ഈ പറഞ്ഞു കൊടുക്കുന്നവർക്കെങ്കിലും ഒരു നാണം വേണ്ടേ? ഈ രേണുവിനെങ്കിലും ഒരു നാണം വേണ്ടേ അല്ലേ? കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണോ സ്വന്തം ഇതിന്റെ അളവ് പറഞ്ഞു കൊടുക്കുന്നത്? കഷ്ടം. മറ്റു വീഡിയോയുടെ കമന്റ് ബോക്സ് പുള്ളിക്കാരി തന്നെ ഇപ്പൊ ഓഫാക്കി. അമ്മാതിരി കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കമന്റ് ആണ് കേട്ടോ, ഇത് കറക്റ്റ് ആണ്. അവർ ചോദിക്കുന്ന എല്ലാ ചെറ്റ ചോദ്യത്തിനും അവൾ ഉത്തരം കൊടുക്കാനും ഇളക്കാനും നിന്നിട്ടല്ലേ സത്യം. പിന്നെ ചോച്ചി മറ്റേ വീഡിയോ അല്ലേ ബെൽറ്റ് മാറ്റി കാണിക്കുന്ന ആ ഒരു വീഡിയോ ഇട്ടപ്പോ അതിൻ്റെ ഇടയിൽ മൊത്തം നെഗറ്റീവ് കമന്റുകളാണ്. മൊത്തം നെഗറ്റീവ് കമന്റ് കേട്ട് കുറെയൊക്കെ ചേച്ചി റിപ്ലൈ കൊടുത്തു. ആണോ ഉണ്ടോടാ ഇങ്ങനത്തെ കമന്റ് ഇടാൻ? പ്രതീഷ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണ്. അവന് ഫാമിലി ഉള്ളതാണ്. അവരൊക്കെ ഇത് കാണത്തില്ലേ? നാണം കെട്ട നാറികളെ. നിന്നൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. അവര് പറയുന്നതിനാണോ കുറ്റം? ഇപ്പൊ പ്രതീഷിന് ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു. പ്രതീഷിന് ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽബത്തിൽ അഭിനയിച്ചോ കുഴപ്പമില്ല, നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് പാടത്തും പറമ്പിൽ ഇതേപോലെയുള്ള റീൽസൊക്കെ ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ പറയും അങ്ങനെ പ്രതീഷിനെ പറഞ്ഞു. അതിനെ കട്ടക്കലിപ്പിൽ അവരൊക്കെ നാട്ടുകാരൊക്കെ കമന്റ് ഇടുന്നവരൊക്കെ തെറി പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് അല്ലേ. കമന്റ് ബോക്സ് പുള്ളിക്കാരി ഓഫാക്കിയെങ്കിലും വന്നിരിക്കുന്ന കമന്റുകളൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഉള്ള വില കളയാനാണോ? മക്കൾ കാണില്ലേ? എന്ത് വില? ഇത് തന്നെ നമ്മൾ കുറച്ച് ആൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അതിലും വൾഗറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അടുത്ത കമന്റ് ആണ്, ബെൽറ്റ് മാറ്റി കാണിക്കാൻ നന്മ ആരും കാണാതെ പോകരുത്, ദോഷം പറയരുത്, പാവങ്ങളുടെ തമ്മനയുടെ. ഞാൻ കമന്റ് സൈഡിൽ വെക്കാട്ടോ. സീറ്റ് ബെൽറ്റ് കാണിക്കുന്ന ആ മനസ്സ് ആരും കാണാതെ പോകരുത്. ഞാൻ ഈ കമന്റുകളൊക്കെ ഈ സൈഡിൽ വെക്കാട്ടോ. പുള്ളിക്കാരി കമന്റ് ബോക്സ് ഓഫാക്കി ആള് നാട് വിട്ടു. രേണു ഇതേപോലുള്ള റീലുകൾ ഇടുന്നു, ഇത് മറ്റുള്ളവർ കാണുന്നു, എത്ര പേരെയാണ് ഈ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ അത് റിയാക്ട് ചെയ്ത് വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് രേണു ചെയ്തതാണ് ശരി എന്ന് സപ്പോർട്ട് ചെയ്ത് വരുന്ന കുറേ പേരുള്ളിടത്തോളം കാലം രേണു ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നന്ദനിൽ നിന്നൊന്നും ഒട്ടും ഇങ്ങനത്തെ ഒന്നും പ്രതീക്ഷയില്ല കേട്ടോ. ഇങ്ങനത്തെ റീലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, നിങ്ങൾ എന്താണ് അച്ചയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ, ഞാൻ നിർത്താൻ പോലെ അച്ചയ്ക്ക് നിർത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദനെ പോലെയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത് വരുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷയില്ല. ഇതേപോലെ രേണു എന്ത് കോപ്രായം കാണിച്ചാലും സപ്പോർട്ട് ചെയ്ത് കൊടി പിടിച്ച് രേണു ആണ് ചെയ്യുന്നത് ശരി, രേണു ഉയിർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ എണ്ണങ്ങൾ ഉള്ളിടത്തോളം കാലം ഇത് തുടരുക തന്നെ ചെയ്യും എന്ന് കരുതിക്കൊണ്ട് ജീവിതകാലം മുഴുവനും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാന്ന് വിചാരിക്കേണ്ട. നമ്മളാരും ചിരഞ്ജീവികളല്ല. ഇതേപോലെ വീഡിയോ ചെയ്യുന്ന കുറച്ച് എണ്ണങ്ങളുണ്ട്. തുമ്പിന്നോ പാറ്റാന്നോ എന്തൊക്കെ പറഞ്ഞൊരു സ്ത്രീ, അത് ഒരു അമ്മാവിൻ്റെ കൂടെയാണ് ഈ കിടന്ന് നടത്തിയ ഓരോ കാര്യങ്ങൾ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കുറച്ച് എണ്ണങ്ങളുണ്ട് റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറേ എണ്ണങ്ങൾ. ഓരോരുത്തരുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്ന് അവനവന് തീരുമാനിക്കാം അല്ലേ. എന്താ വെച്ചാൽ കാണിച്ചു കൂട്ടട്ടെ. അഭിമാനത്തോടുകൂടി പറയുന്നുണ്ടല്ലോ, ഞാൻ ബിഗ് ബോസ് നിന്ന് സ്വയം ഇറങ്ങി വന്നു എന്ന്. ഇതുപോലെയുള്ള ഓരോന്നുകൾ കാണിക്കാനായിട്ട് അവിടെ കിടന്നിട്ട് അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതേപോലെയുള്ള ഓരോ കണ്ടന്റുകൾ ഇവിടെ പുറത്ത് കിടന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കിടന്ന് മോങ്ങി ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോഴാണ്. നിങ്ങൾ ഇതേപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇതേപോലെയുള്ള ആൾക്കാരെ നിങ്ങൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പറയുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ഇവരുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, അതുകൊണ്ടല്ല അവർ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ മീഡിയാസ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് കൊനഷ്ട ഉത്തരം തന്നെ രേണു കൊടുക്കും. അഥവാ ആരും ഒന്നും ചോദിച്ചില്ലെങ്കിൽ രേണു ഇതുപോലെയുള്ളത് പൊക്കി കാണിക്കും. രേണു ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ കണ്ടില്ലേ കുറച്ച് പേരൊക്കെ പറഞ്ഞു വരുന്നത് റീലിന് വേണ്ടിയിട്ടില്ല, റീലിന് വേണ്ടി എന്തും ചെയ്തോട്ടെ എന്ന്. നിങ്ങൾ പറയും ഇങ്ങനെയുള്ള റീലുകൾ ഒരു സ്ത്രീ ചെയ്യുന്നതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സ്ത്രീകൾ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇങ്ങനെയുള്ള റീലുകൾ ഇടുന്നതിൽ സപ്പോർട്ട് ചെയ്ത് വരുന്ന കുറച്ച് വിഭാഗം സ്ത്രീകളുണ്ട്. ഇങ്ങനത്തെ റീല് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെന്താണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും